നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു തസ്ബീഹ് ചൊല്ലാനും അതേപോലെ തന്നെ തഹ്മീദ്, അതേപോലെ പിന്നെ തക്ബീർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ പുണ്യത്തെ സംബന്ധിച്ച് അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സബ്ബഹ ദുബറ കുല്ലി സ്വലാത്തിൻ 33 وحمد الله 33 وكبر الله 33 تلك 99 ثم قال تمام 100 لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير غفرت له خطاياه وإن كانت مثل زبد البحر. റസൂലുള്ളാഹി പറയുന്നു, മൻ സബ്ബഹ, ആരെങ്കിലും തസ്ബീഹ് ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ദുബറ കുല്ലി സ്വലാത്ത്, എല്ലാ ഓരോ നിസ്കാരങ്ങളുടെയും പിറകെ 33 പ്രാവശ്യം, വഹമിദല്ലാഹ 33, അൽഹംദുലില്ലാഹ് എന്ന് 33 പ്രാവശ്യം, വകബ്ബറല്ലാഹ 33, അല്ലാഹു അക്ബർ എന്നും 33 പ്രാവശ്യം. തിൽക 99, ആകെ 99 എണ്ണമായി. സുമ്മ ഖാല തമാമൽ 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100ാമത്തെ തികക്കാനുള്ള പ്രാർത്ഥനതാണ്. അതും ഒരാൾ നിർവഹിച്ചാൽ ഗുഫിറത് ലഹു ഖതായാഹു, ഗുഫിറത് ലഹു, അവന് പൊറുക്കപ്പെടുന്നു, ഖതായാഹു, അവന്റെ പാപങ്ങൾ, വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അത് സമുദ്രത്തിലെ നുരയോളം പതയോളവും എത്തിയിട്ടുണ്ടെങ്കിലും, സമുദ്രത്തിലെ നുരയും പതയോളവും ഒരു മനുഷ്യന്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും ഈ ദിക്റുകൾ മുഖേന അവ പൊറുക്കപ്പെടാൻ കാരണമാകുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാ പാപങ്ങളും എത്ര ഉണ്ടെങ്കിലും പൊറുക്കുന്നറിയുമ്പോഴൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് വൻകുറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ആരും മനസ്സിലാക്കരുത്. ഇതിനെ വിശദീകരിച്ചെടുത്ത് എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ എത്ര വലിയ പാപങ്ങൾ ഉണ്ടെങ്കിലും ഈ ദിക്റുകൾ മുഖേന പൊറുക്കപ്പെടുമെന്ന് പറയുന്നത് ചെറിയ ചെറിയ ദോഷങ്ങളെ സംബന്ധിച്ചാണ്. വൻകുറ്റങ്ങൾ തൗബ കൊണ്ടല്ലാതെ റബ്ബുൽ ആലമീൻ പൊറുക്കുകയില്ല. അതുകൊണ്ട് വൻപാപങ്ങൾ ഇതുകൊണ്ട് പോകുന്നു മനസ്സിലാക്കരുത്. ചെറിയ ചെറിയ ദോഷങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്, അത്തരത്തിലുള്ള നമ്മൾ അറിയാതെ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടൊക്കെ വന്നിട്ടുള്ള ചെറുതാ കുറ്റങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൻകുറ്റങ്ങൾ, തബൂൽ മൂബിക്കാത്തിൽ നിന്നും പെടാത്ത മറ്റ് തിന്മകളൊക്കെ പൊറുക്കപ്പെട്ടേക്കാം എന്നാണ് ഈ പറയുന്നത്. ഇവിടെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ചൊല്ലിപ്പോവുക ആളുകൾ. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അത് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് അതിന്റെ ആശയം. എന്താണ് അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തുക? അള്ളാഹ്ക്ക് എന്തായിരുന്നു പോരായ്മ വല്ലതും ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടല്ല. പടച്ചതമ്പുരാന് പോരായ്മയുണ്ട് എന്ന് ഇവിടെ പല വിഡ്ഢികളും പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് വാദിക്കുന്ന മതങ്ങളുണ്ട്. പടച്ചതമ്പുരാന് ഭാര്യയുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന് സഹായികളും അതേപോലെ തന്നെ അവന് പല രൂപത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന, അവന് പ്രത്യേകമായ കാര്യങ്ങളിൽ പലതിലും അവന് കഴിയാത്ത കൊണ്ട് മറ്റൊരാളെ ഇടയിൽ നിർത്തുന്ന സ്വഭാവത്തിൽ റബ്ബിന് ചില സ്വഭാവങ്ങളുണ്ട് എന്ന് പറയുന്ന മതങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ പടച്ചതമ്പുരാന് മറ്റുള്ള ആളുകളൊക്കെ ഏതൊക്കെ ന്യൂനതകളും കോട്ടങ്ങളും പോരായ്മകളും പറയുന്നുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ എന്റെ നാഥനെ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ലോകത്ത് ആരൊക്കെ പടച്ചതമ്പുരാനെ പറ്റി അങ്ങനെയൊക്കെ തെറ്റായി മനസ്സിലാക്കിയോ ആ ധാരണകളിൽ നിന്നെല്ലാം ഞാനിതാ മുക്തനാണ്. ഞാൻ എന്റെ നാഥനെ പരിശുദ്ധപ്പെടുത്തുന്നു. അതാണ് സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ ഇങ്ങോട്ട് ചൊല്ലിയിട്ട് എന്ത് ചെയ്യും? ആദ്യം 4 സുബ്ഹാനല്ലാഹ് കൃത്യമായിട്ട് കേൾക്കും, പിന്നെ കേൾക്കുക. ഓരോരുത്തർ ഇങ്ങനെ എണ്ണ കണ്ടാൽ എങ്ങനെയൊക്കെ വിരലിങ്ങനെ അങ്ങനെ സ്പീഡിൽ ഇതെന്തോ വല്ല മത്സരം നടക്കുന്ന പോലെയാണ് ഓരോരുത്തർ സുബ്ഹാനല്ലാഹ് എന്താണ്. അത് പോരാ. സുബ്ഹാനല്ലാഹ്, ഒരു ശാന്തത വേണം. സുബ്ഹാനല്ലാഹ് 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 അങ്ങനെ തന്നെ 33 ചൊല്ലണം. അത് കഴിഞ്ഞ് പിന്നെ അൽഹംദുലില്ലാഹ്, പടച്ചോനാണ് സർവസ്തുതിയും. ഇതാ നമ്മൾ പറയുന്നത്. അള്ളാഹുടെ എന്തൊക്കെ നിഅമത്താ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചോനെ നിനക്കാണ് എല്ലാ സ്തുതിയും, നീ എന്തൊക്കെ നിഅമത്തുകളാ തരുന്നത് എന്നിങ്ങനെയുള്ള ആ ഒരു ചിന്തയോടുകൂടെ പടച്ചോനെ സ്തുതിക്കുകയാണ് നമ്മൾ. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, എനിക്ക് വേറെ ആരും ഇവിടെ വലിയവരല്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ്. അങ്ങനെയൊക്കെയുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ചൊല്ലുന്നതുകൊണ്ട് തന്നെയാണ് അവന്റെ പാപങ്ങളൊക്കെയാണ് പൊറുക്കപ്പെടുന്നു പറയുന്നത്. അതല്ലാതെ ഇതിങ്ങനെ ഒരു മാസ്മരിക വിദ്യ എന്നല്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പിന്നെ ഇങ്ങനെ അൽഹംദുലില്ലാഹ് ഉണ്ടാവുക നടന്നെങ്ങനെയും പോകും ഇല്ലേ? ഇത് തമാശ പറയുന്നതല്ല. പല ആൾക്കാരും അങ്ങനെയാണ് ഇത് ചൊല്ലി തീർക്കുന്നത്. അത് പോരാ.
സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഓരോ അക്ഷരങ്ങളോടും അവയുടേതായ കൂറ് പുലർത്തിക്കൊണ്ട്, ഓരോ അക്ഷരങ്ങളും ഒഴിയുമ്പോൾ നീതി പുലർത്തിക്കൊണ്ട് കൃത്യമായി തന്നെ അത് നിർവഹിക്കണം. അതിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 തികഞ്ഞു. ഇതൊരു രൂപം. അതിന് വേറെ രൂപം വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളിവിടെ 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലിയത്. എന്നാൽ വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിരുന്നുണ്ട്. وعن كعب بن عجرة عن رسول الله صلى الله عليه وسلم قال معقبات لا يخيب قائلهن أو فاعلهن دبر كل صلاة مكتوبة 33 تسبيحا و33 تحميدا و34 تكبيرا. رواه مسلم. നിസ്കാരത്തിന്റെ പിറകെ താഴെ പറയുന്ന ഈ ദിക്റുകൾ ഉരുവിടുന്ന ആളുകൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് തസ്ബീഹ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ എന്ന് 34 പ്രാവശ്യം. അങ്ങനെ 100 തകക്കുന്നതിനും പ്രവാചക ചര്യയിൽ തെളിവുണ്ട്. 2 നിലക്കും നിർവഹിക്കാവുന്നതാണ് എന്നാണ്. പിന്നെ ഇതിൽ ഇപ്പൊ നമുക്ക് ചിലപ്പോ സുബ്ഹാനല്ലാഹ് 25, അൽഹംദുലില്ലാഹ് 25, അല്ലാഹു അക്ബർ 25, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 25, അങ്ങനെ ടോട്ടൽ 100 ചൊല്ലിയതിനും തെളിവുണ്ട്. ഇനി അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 10 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 10 പ്രാവശ്യം, അല്ലാഹു അക്ബർ 10 പ്രാവശ്യം, 11 വീതം ചൊല്ലിയതായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പത് 33 ചൊല്ലാൻ സമയമില്ല എന്നുള്ളത് തീരെ ഒഴിവാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ചൊല്ലാൻ സമയമുണ്ടെങ്കിൽ ഈ പൂർത്തിയാക്കി തന്നെ ചൊല്ലുക, ഇല്ലെങ്കിൽ 10 വരെ ചൊല്ലിയതിനും തെളിവുണ്ട്. അത് അബൂദാവൂദ്, തിർമിദി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഹ്മിദല്ലാഹ വ തുകബ്ബിറുഹു വ തുസബ്ബിഹുഹു ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ അശ്റൻ. കണ്ടോ, നീ സുബ്ഹാനല്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും അൽഹംദുലില്ലാഹ് എന്നുമൊക്കെ എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെ ശേഷം 30 വീതമെങ്കിലും നിർവഹിക്കുക എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 33 തന്നെ നിർബന്ധമാണ്. അല്ലെങ്കിൽ അത് ചൊല്ലിയാലേ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ സുന്നത്ത് കിട്ടുള്ളൂ, അതിന് താഴെ ഒട്ടും ചൊല്ലിക്കൂടാ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകേണ്ടതില്ല, നമുക്കത് നിർവഹിക്കാവുന്നതാണ്. അതും തന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത്, ഇതൊക്കെ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടേ നിർവഹിക്കാവൂ എന്ന് നമുക്ക് ധാരണ വേണ്ട. പെട്ടെന്ന് പോവുകയാണ് നമ്മൾ. പെട്ടെന്ന് പോകുമ്പോൾ നടന്നുകൊണ്ട് ഇതൊക്കെ നിർവഹിക്കാം. പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് ചൊല്ലിയാലേ ഇത് പുണ്യമുള്ളൂ എന്ന് വിചാരിക്കേണ്ടതില്ല. അങ്ങനെയില്ല, കൂടുതലുണ്ട്. പള്ളിയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള നേട്ടമുണ്ട്. പുറത്തിറങ്ങിയിട്ട് നമുക്ക് നടത്തത്തിലും ഇപ്പൊ നമ്മളൊരു പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ നമ്മൾ ഒരാൾ ഡ്രൈവർ ഡ്രൈവ് ചെയ്യാതെ വണ്ടി കയറി യാത്ര ചെയ്യാം, ഉടനെ അവൻ എന്ത് ചെയ്യാം, ഇതങ്ങനെ തന്നെ അവന് ഈ ദിക്റുകളും ദുആകളും ഒക്കെ എവിടെ വെച്ചും അവന് നിർവഹിക്കാവുന്നതാണ്. അപ്പൊ അത് അവിടെ ഇരുന്ന് ചൊല്ലിയില്ലെങ്കിൽ പിന്നെ ആ സുന്നത്ത് നഷ്ടപ്പെട്ടു എന്ന് ഒരു ധാരണ ആർക്കും ആവശ്യമില്ല എന്നതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്.